ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവ മന്ദിരം ഓലകെട്ടിയമ്പലം പി ഒ മാവേലിക്കര. അപ്പം ഞാനിപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് എന്നെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനൊക്കെ ശ്രമം നടത്തി. സോമരാജൻ എന്നെ പിടിക്കാനും കുറേ പെണ്ണുങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് നിർത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പല പല പരിപാടികളാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളിത് ഓടി വരികയും എൻ്റെ അമ്മ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവന്മാർ ചാടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെയൊക്കെ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഗൂണ്ടായുസമായിട്ട് നടക്കുകയാണ് ഈ സദാനന്ദ മന്ദിരത്തിലെ ഇവരെന്ന് പറയുന്നവൻ ആൾക്കാർ. അതുപോലെ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവർക്ക് ഇപ്പം അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6,59,000 രൂപയുടെ കടമുണ്ട്. അവൾ പറയുന്ന അവളേതോ PhD കാരിയാണ്, അവൾ കോളേജിലെ വലിയ ആളാണ്, HOD ആണ്, മറ്റേതാണ് മറിച്ചേതാണ്, 1 ലക്ഷം ഒക്കെയുള്ള സാലറിയാണ്. വലിയ PhD കാർക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇങ്ങനെ എന്നിട്ട് ഇവളുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ രാജമ്മ എന്ന് പറയുന്നവൾ 10 ലക്ഷം കൊടുക്കുക, അതിനു മുമ്പേ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവൾക്ക് ഇഷ്ടം പോലെ മരങ്ങളുള്ള വസ്തുവാണ് കൊടുത്തിരിക്കുന്ന പന്തളം. നിങ്ങളെ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും പോയി കാണാം. ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരാം. ഉളനാടെന്ന് പറയും. പിന്നെ ഉളനാടെന്ന് പറയുന്ന സ്ഥലമാണ്. കുളനാട് നിന്ന് കിഴക്കോട്ട് പോകണം. അപ്പോൾ അവിടെ കുറച്ചും കൂടി ചെല്ലുമ്പം ഒരു എന്താ പറയുന്നത് വല്യത്ത് വീടെന്ന് പറയുന്ന വീടുണ്ട്. 4 വീടുകളിൽ അതിൻ്റെ താഴെയുള്ള 1 ഏക്കർ ഏകദേശം 70 സെൻറ്റ് സ്ഥലത്തോളം ഒന്നിച്ച് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഇവളുടേത്. അതിനകത്ത് നിറച്ച് മരങ്ങളാണ്, തേക്ക് അങ്ങനെയൊക്കെയുള്ള മരങ്ങളാണ്. അതുപോലെ ഈ കുറച്ച് നാൾ മുമ്പ് ഇവൾ റബ്ബർ തടി ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി വിറ്റ് അങ്ങനെ ഒരു കുറഞ്ഞത് 1-2 ലക്ഷം രൂപയെങ്കിലും ഇവൾക്ക് കിട്ടിക്കാണും. അത് കഴിഞ്ഞ് പിന്നെ ഈ എന്താ പറയുന്നത് അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേക്കും തടികളുണ്ട്. പിന്നെ ഈ രാജമ്മ 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ. അതുപോലെ എൻ്റെ അമ്മയും ഏകദേശം 20,000 രൂപയോളം അവൾ എൻ്റെ അച്ഛൻ്റെ പെൻഷനൊന്നും എടുക്കുന്നുണ്ട്. 38,000 രൂപയിൽ 10,000 കഴിഞ്ഞ് ബാക്കി അവൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ കൂടിയിട്ടുണ്ടാവും, കാരണം DA ഒക്കെ കൂട്ടിയപ്പം 10-40 മേളിൽ പോയിട്ടുണ്ടാവും എൻ്റെ അച്ഛൻ്റെത്. അപ്പോൾ അതൊക്കെ കാശൊക്കെ ഇങ്ങനെല്ലാം കിട്ടുന്നുണ്ട് ഇവൾക്ക്. ഇവളിങ്ങനെ നമ്മളെ വെച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ഇവൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവളും രാജമ്മ, പിന്നെ എന്താണ് ബിജു അതാണ് ഈ രാജമ്മയുടെയും ഇവളുടെയും പേര് ഈ സോമരാജനൊക്കെ. എന്തിയാ ഇവൾ വരാത്തേ? അവളെന്താ ഇവിടെ വരാത്തേ? രാജമ്മ എന്താ വരാത്തേ? രാജമ്മ എന്തിയേ? രാജമ്മയുടെ വീടല്ല ഇത് സഹദേവ പണിക്കരുടെ വീടാണ്. ഇത് സഹദേവ പണിക്കർ ഉണ്ടാക്കിയ വീടാണ്, മനസ്സിലായില്ലേ? സഹദേവ പണിക്കർ വെച്ച വീടാണ്. അവിടെ സഹദേവ പണിക്കർ ഇവിടുത്തെ ഷെയർ കഴിഞ്ഞ് പ്രീത എസ് പണിക്കറിന് കൊടുത്തിട്ടുണ്ട്. കണ്ട രാജമ്മയൊന്നും കയറ്റി വെക്കേണ്ട കാര്യം ഇവിടെ ഇല്ല, മനസ്സിലായില്ലയോ?